നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന് മന്ത്രിയാകുന്നതിന് മുൻപ് തന്നെ ഏറ്റവും വലിയ തലവേദനയായി തങ്ങളുടെ മുന്നണിക്കുള്ളിൽ തന്നെയുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് കെ.ബി. ഗണേഷ് കുമാർ. എല്ലാത്തിനും കണക്കിന് കൊടുത്ത് വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഗണേഷ് കുമാർ പലതവണ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ശേഷം മന്ത്രിയാക്കി കഴിഞ്ഞാൽ ഈ ശല്യം അങ്ങ് ഒതുങ്ങുമല്ലോ എന്ന് കരുതിയെങ്കിൽ അതും തെറ്റി. മന്ത്രി ആയതിനു ശേഷം തന്നെയാണ് ഏറ്റവും നല്ല രീതിയിൽ പണിയോട് പണി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പിടിച്ച ഒരു പുലിവാലെന്ന് പറയുന്നത് ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ടതും സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളെ രൂക്ഷമായ ഭാഷയിൽ അവഗണിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മന്ത്രി ഗണേഷ് കുമാർ രംഗത്ത് വരുന്നത്. ആചാരങ്ങൾ പാലിക്കാൻ കഴിയുന്നവർ മാത്രം ക്ഷേത്രത്തിൽ പോയാൽ മതിയെന്നാണ് കെ.ബി. ഗണേഷ് കുമാർ പറയുന്നത്. ഓരോ ക്ഷേത്രത്തിനും ഓരോ മര്യാദകളുണ്ട്, ആചാരങ്ങളുണ്ട്. അതിൽ മാറ്റം വരുത്തണമോ വേണ്ടയോ എന്നുള്ളത് മറ്റുള്ളവരല്ല തീരുമാനിക്കേണ്ടത്, അത് തന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. ഭരണാധികാരികൾക്ക് നിർദ്ദേശമുണ്ടെങ്കിൽ അത് ഉറപ്പായും തന്ത്രിയുമായി കൂടി ആലോചിക്കാമെന്നാണ് ഗണേഷ് കുമാറിൻ്റെ വാദം. താൻ പറയുന്നത് തൻ്റെ അഭിപ്രായം മാത്രമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഓരോ ദേവാലയങ്ങൾക്കും അതിൻ്റേതായ ആചാരങ്ങളുണ്ട്. അതിപ്പോൾ ഹിന്ദു ആയിരുന്നാലും, ഹിന്ദു ദേവാലയമായിരുന്നാലും, ക്രിസ്ത്യൻ ദേവാലയമായിരുന്നാലും, മുസ്ലിം ദേവാലയമായിരുന്നാലും അതിൻ്റേതായ ആചാരമുണ്ട്. അതനുസരിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഞാനൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഷർട്ട് അഴിച്ചാലേ കയറാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അതഴിക്കാൻ സന്നദ്ധനാണെങ്കിൽ മാത്രം അവിടെ പോയാൽ മതി. അവിടെ പോയി വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. അതുകൂടാതെ തന്നെ ഞാനൊരു മുസ്ലിം പള്ളിയിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ ആചാര മര്യാദകളൊക്കെ തന്നെ പാലിക്കേണ്ടതാണ്. ഇനി കാലോചിതമായ മാറ്റങ്ങൾ അനിവാര്യമല്ലേ എന്നുള്ള ചോദ്യത്തിനും കൃത്യമായ മറുപടി മന്ത്രി ഗണേഷ് കുമാർ നൽകുന്നുണ്ട്. കാലോചിതമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ശബരിമലയിൽ ഏത് മതസ്ഥർക്കും സന്ദർശിക്കാവുന്നതാണ്. എന്നിരുന്നാലും അവിടുത്തെ ചില ചിട്ടവട്ടങ്ങളുണ്ട്, അതനുസരിച്ച് വേണം നടത്തേണ്ടത്. ഏത് വസ്ത്രധാരണവും പാൻ്റായിരുന്നാലും, മുണ്ടായിരുന്നാലും, ഷർട്ടായിരുന്നാലും, സാരി ആയിരുന്നാലും ധരിച്ചുകൊണ്ട് ശബരിമലയിൽ പ്രവേശിക്കാവുന്നതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ മുണ്ടുടുത്താണ് പോകേണ്ടത്. അത് അവിടുത്തെ ചിട്ടവട്ടമാണ്, മര്യാദകളാണ്. അതൊക്കെ തന്നെ പാലിക്കാൻ തയ്യാറാകണമെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശമുണ്ടായതും ആ പരാമർശത്തിനുള്ള മറുപടി ഈ രീതിയിൽ ഗണേഷ് കുമാർ നൽകുന്നത്. ക്ഷേത്രങ്ങളിൽ ഉടുപ്പ് ഊരിക്കൊണ്ടുള്ള ദർശനത്തിൽ സാമൂഹിക ഇടപെടൽ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തു പറഞ്ഞിരുന്നു. കാലാന്തരത്തിൽ ഇതിന് മാറ്റമുണ്ടാകുമെന്നും അഭിപ്രായപ്പെട്ടു. സനാതനധർമ്മത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിൻ്റെ രാജ്യവാഴ്ചയാണ്. ജനാധിപത്യം അലർജിയാണെന്നതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. തൊട്ടടുത്ത ദിവസം ക്ഷേത്രങ്ങളിൽ ഷട്ടൂരി പ്രവേശിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് സ്വാമി സച്ചിദാനന്ദയാണെന്ന് പിണറായി വിജയൻ തിരുത്തി പറഞ്ഞു. സനാതനധർമ്മത്തെ അധിക്ഷേപിച്ച് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും തൊട്ടു പിന്നാലെ തന്നെ രംഗത്തെത്തി. സനാതനധർമ്മം മനുസ്മൃതിയാണ്, ആ വാക്ക് തന്നെ ഇപ്പോൾ അശ്ലീലമാണെന്ന് M.V. ഗോവിന്ദൻ പറഞ്ഞു. കോട്ടയം ജില്ലാ സമ്മേളനത്തിലാണ് ഇങ്ങനെ ഒരു വിവാദ പരാമർശം ഉയർത്തിയത്. സനാതനധർമ്മം ചാതുർവർണ്ണയത്തിന്റെ മറ്റൊരു പതിപ്പാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരം ആരംഭിച്ചത്. സനാതനധർമ്മത്തിന്റെ കൃത്യമായ അർത്ഥം മനുസ്മൃതി അധിഷ്ഠിതമായ ചാതുർവർണ്ണയ വ്യവസ്ഥയാണ്. ഈ കാലഘട്ടത്തിൽ അതൊരു അശ്ലീലമാണ്. കേരളം ഉൾപ്പെടെ പാവപ്പെട്ടവന്റെ ജീവിതം മെച്ചപ്പെടുത്തിയ എന്തെങ്കിലും സനാതനധർമ്മത്തിലുണ്ടോ? കേരളത്തിലെ കർഷക തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെട്ടത് സനാതനധർമ്മം കൊണ്ടാണോ എന്നും M.V. ഗോവിന്ദൻ തന്നെ പരിഹസിച്ചു. സനാതനധർമ്മത്തെ അധിക്ഷേപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തെ പിന്തുണച്ചുകൊണ്ടാണ് ഗോവിന്ദൻ്റെ ഈ വാക്കുകൾ ഉരുത്തിരിഞ്ഞു വന്നത്. എന്നാൽ സനാതനധർമ്മം അശ്ലീലമാണെന്ന് പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കേസെടുക്കണമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും പറയുന്നത്. ഇതുപോലുള്ള പരാമർശത്തിലൂടെ കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കളെയും ഭാരത സംസ്കാരത്തെയുമാണ് ഗോവിന്ദൻ അപമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.